കാറ്റിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ വിഷയങ്ങൾ തന്നെയാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അച്ഛൻ ത്രിത്വത്തിന്റെ രഹസ്യം എപ്രകാരമാണ് വെളിപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിരുന്നു. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായതിനാൽ ചോദിച്ചിരുന്നു. അന്ന് സമയക്കുറവായതിനാൽ നമ്മൾ ആ വിഷയത്തെ അന്ന് അവിടെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് വീണ്ടും ആ ക്ലാസ് നമുക്ക് വേണ്ടി എടുത്ത് നമ്മുടെ കൂടുതൽ സംശയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ സംശയങ്ങളും നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ചെമ്മന്തൊട്ടി സെൻറ് ജോർജ് സൺഡേ സ്കൂളിലെയും നടുവിൽ സെൻറ് മേരി സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ വിഷയത്തെ ഒന്നുകൂടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യും. ശാലോമിൻ്റെ പുതിയ പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവരുടെയും കൂടി അറിവിലേക്കാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുന്ന സത്യങ്ങളെ സംക്ഷിപ്തമായി പറയാനാണ് ഈ വേദി ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ ത്രിത്വം ദൈവം ഏകനാണ്, എങ്കിലും ദൈവം ഏകാന്തനല്ല. കാരണം ഏകത്വവും ഏകാന്തതയും വ്യത്യസ്തങ്ങളാണ്. ഏകത്വം അത് കൂട്ടായ്മയെ സൂചിപ്പിക്കുമ്പോൾ ഏകാന്തത വൈയക്തികതയെ, ഒറ്റപ്പെടലിനെ സൂചിപ്പിക്കുന്നു. ദൈവം ഒറ്റപ്പെട്ടവനല്ല, ദൈവം കൂട്ടായ്മയാണ്. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഈശോ മിശിഹ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോഴാണ്. ഈശോയാണ് വന്ന് പറഞ്ഞത്, എൻ്റെ പിതാവ് സ്നേഹമാണ്, എൻ്റെ പിതാവ് സ്നേഹപിതാവാണ്, എൻ്റെ പിതാവെല്ലാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. അല്ലേ? ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ പിതാവ് മറ്റൊരു സഹായകനെ, അതായത് ഈശോയെ പോലെയുള്ള ഒരു സഹായകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. പാറക്ലേത്തോസ്, അതായത് പരിശുദ്ധാത്മാവിനെ അയക്കും. ഇങ്ങനെ ഈശോ പഠിപ്പിച്ചപ്പോഴാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഏകത്വത്തിനായിരുന്നു പ്രാധാന്യമെങ്കിൽ ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി ഈ ദൈവത്തിൻ്റെ ഏകത്വം ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതായത് ഈശോ ഇപ്രകാരം സത്യം സത്യമായും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല എങ്കിൽ ആദിമസഭ അതിൻ്റെ ഏറ്റവും തീവ്രമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയത് ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ. യഹൂദരുമായി ഒരു പ്രശ്നവും ക്രിസ്തുമതത്തിനുണ്ടാകുമായിരുന്നില്ല. ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ എന്നും ദൈവത്തിൽ മൂന്നാളുണ്ടെന്നും ക്രിസ്ത്യാനികൾ പറയാൻ തുടങ്ങിയ അന്ന് മുതലാണ് യഹൂദര് ചൂരലെടുത്ത്. അതുവരെയും അവർക്കൊരു പ്രശ്നവുമില്ല. യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ വളരെ ലോഹ്യത്തിലാണ്. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, ഇതാ മിശിഹ വന്നു, യേശുവിലാണ് മിശിഹ അവതീർണനായത് എന്നൊക്കെ പറയുന്നതിനോട് അവർക്ക് വലിയ വിരോധമൊന്നുമില്ല. പലരും ഇങ്ങനെ ഇടക്കാലത്ത് മിശിഹായിട്ടൊക്കെ വരാറുണ്ട്. ഏതാ മിശിഹ എന്നുള്ളൊരു സന്നിഗ്ധത അവർക്കുണ്ടെന്നുള്ളതിനപ്പുറത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതോടെ, ദൈവം ത്രിത്വമാണെന്ന് പറഞ്ഞതോടെയാണ് ആദിമസഭ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയത്. പീഡാനുഭവകാലം കഴിഞ്ഞിട്ടും സഭയിൽ ഈ പ്രതിസന്ധി തീർന്നില്ല. സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കോൺസ്റ്റന്റൈൻ്റെ കാലം എത്തിയപ്പോൾ സഭയിലെ പിടിച്ചുകുലുക്കിയ പാഷണ്ഡത, ആര്യൻ പാഷണ്ഡത രംഗപ്രവേശം ചെയ്തു. എന്താണ് ആര്യൻ പാഷണ്ഡത? പിതാവും പുത്രനും തുല്യ ആരാധനയ്ക്കും മഹത്വത്തിനും അർഹനല്ല എന്ന് ആരിയൂസ് എന്ന് പറഞ്ഞൊരു വൈദികൻ പഠിപ്പിച്ചു. പിതാവിന് തുല്യനല്ല ഒരിക്കലും പുത്രൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം.
ആ വാദം സഭയെ പിടിച്ചു കുലുക്കി. പെട്ടെന്ന് കേട്ടാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് എന്ന് തോന്നിയ ആശയം ആത്യന്തികമായി സഭാഗാത്രത്തെ അങ്ങേയറ്റം പിളർപ്പിൻ്റെ വക്കിലെത്തിച്ചപ്പോൾ ചക്രവർത്തി തന്നെ മുൻകൈയെടുത്ത് മാർപ്പാപ്പായുടെ അനുവാദത്തോടെ സഭയുടെ ആദ്യത്തെ സൂനകദോസ് വിളിച്ചുകൂട്ടി. അവർ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ആദ്യമായി പഠിപ്പിച്ചു. അതാണ് നിഖ്യാ സൂനകദോസിൻ്റെ വിശ്വാസ പ്രമാണം. അതാണ് ഇന്നും നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം. അവിടെ പരിശുദ്ധ ത്രിത്വത്തെ വിശദീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം ഏകനാണ്, എന്നാൽ അവിടുത്തെ ഏകത്വം ത്രിത്വൈക കൂട്ടായ്മയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ത്രിത്വം 3 വ്യത്യസ്ത വ്യക്തികളായിരിക്കുമ്പോൾ തന്നെ സത്താപരമായി ഏകമാണ്. ഇതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ത്രിത്വ വിജ്ഞാനീയം. കത്തോലിക്കാ സഭയുടേത് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം, ആ കാലത്ത് ഒരു സഭയേ ഉണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭകളുടെയും ഗ്രീക്ക് സഭകളുടെയും പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും എല്ലാം വിശ്വാസ പൈതൃകമാണിത്. ദൈവം ത്രിത്വമാണ് എന്നുള്ള സത്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ത്രിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതം ആരംഭിക്കുക. മാമോദീസ വെള്ളം തലയിലൊഴിക്കുമ്പോൾ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും. എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. ഇതാണ് പറയുന്നത്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് അതെങ്ങനെയാണ്? ഓർക്കുക, പരിശുദ്ധ ത്രിത്വമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ത്രിത്വവിജ്ഞാനീയത്തെ നിഷേധിക്കുന്ന ഭാഷണ്ഡതകൾ ഉണ്ടായപ്പോഴെല്ലാം സഭ അതിനെ ശക്തിയുക്തം എതിർത്തു. ഉദാഹരണം പറഞ്ഞാൽ ദത്തുപുത്രവാദം. അതായത് ഈ പിതാവായ ദൈവം ഈശോയെ മാമോദീസ വേളയിൽ ദത്തെടുത്തതാണ് എന്ന് പറയുന്ന ഒരു വാദം. സബേള്ളിയനിസം, സബേള്ളിയൂസിൻ്റെ വാദങ്ങളുണ്ട്. അതുപോലെ തന്നെ മൊണാർക്കിയനിസം, പിതാവാണ് എല്ലാവർക്കും അധികാരിയായുള്ളവൻ, പുത്രനും പരിശുദ്ധാത്മാവും പിതാവിൻ്റെ വീട്ടിലെ വേലക്കാരാണ്, ദാസന്മാരാണ് എന്ന് പറയുന്ന മൊണാർക്കിയനിസമുണ്ട്. അതുപോലെ പാത്രിപസിയാനിസം എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. അതായത് പിതാവാണ് സഹിച്ചത്, പുത്രനല്ല സഹിച്ചത്. യഥാർത്ഥത്തിൽ പിതാവേ ഉള്ളൂ, പിതാവാണ് എല്ലാ പ്രവൃത്തിയും ചെയ്തത്. പാത്രിപസിയാനിസം. പാത്രി എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ, പസിയാനോ എന്ന് പറഞ്ഞാൽ സഹിക്കുക, പാസിയോ സഹിക്കുക. അങ്ങനെ പിതാവ് സഹിച്ചു എന്നൊരു വാദമുണ്ട്. അതുപോലെ തന്നെ ആര്യനിസം, അതേക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതായത് പിതാവിനെ എതിർക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തെ എതിർക്കുന്ന എല്ലാ പാഷണ്ഡതകളെയും സഭ കാലാകാലത്ത് എതിർത്തു. 5-ാം നൂറ്റാണ്ടിൽ നെസ്തോറിയൻ പാഷണ്ഡതയോടെയാണ് ഇതിനൊരു അവസാനം വന്നത്. അതായത് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ചകളിൽ വിശദമായി കാണുന്നതായിരിക്കും. ഇത്രമേൽ സഭ ശക്തിയുക്തം സംരക്ഷിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം സഭയുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമാണ്. പരിശുദ്ധ ത്രിത്വമില്ലെങ്കിൽ ക്രിസ്തുവില്ല, ക്രിസ്തുവില്ലെങ്കിൽ സഭയില്ല, സഭയില്ല എങ്കിൽ വിശ്വാസവുമില്ല. അതുകൊണ്ട് ഏകദൈവം പരിശുദ്ധ ത്രിത്വമാണ് എന്ന വിശ്വാസത്തെ ഏറ്റുപറയാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഓർക്കുക. കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകളിലൂടെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ചർച്ചകൾ വളരെ ഭാവാത്മകമായിരുന്നു, ക്രിയാത്മകമായിരുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതേ ഗൗരവബുദ്ധിയോടുകൂടി ഇന്നേ ദിവസത്തെ ചർച്ചകളിൽ നിങ്ങൾ പങ്കുചേരുക. അപ്പോൾ ത്രിത്വവിജ്ഞാനീയത്തെക്കുറിച്ച് ഒരു സമഗ്ര വീക്ഷണം രൂപപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും മാത്രമല്ല പ്രേക്ഷകർക്കും സഹായകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ചർച്ചയ്ക്കായുള്ള ചോദ്യങ്ങൾ ഈ സമയത്ത് കൂടിയാലോചിച്ച് രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്.
എല്ലാവരും വളരെ തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? തീർച്ചയായും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ നിങ്ങളുടെ ചർച്ചകളും സംശയങ്ങളെല്ലാം മാന്യ പ്രേക്ഷകർ തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളിലൂടെ തീർച്ചയായും അത് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ അവർക്ക് വളരെയധികം അവരുടെ സംശയങ്ങൾ പരിഹരിക്കാൻ കാരണമായെന്ന്. തീർച്ചയായും ഇന്നത്തെ ക്ലാസ്സിലും നമ്മുടെ മനസ്സിലുണ്ടായ സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ചെമ്മന്തൊട്ടി സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ജോസ് സാർ തന്നെയാണ്. ജോസ് സാറിൻ്റെ ചോദ്യം. ഹെഡ് മാസ്റ്ററുടെ ചോദ്യമാകുമ്പോൾ അതിനനുസരിച്ച് ഗൗരവം കാണുമായിരിക്കും. പരിശുദ്ധ ത്രിത്വം രഹസ്യമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ രഹസ്യം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണെന്നും പറയുന്നു. മനുഷ്യബുദ്ധിക്ക് ഗ്രാഹ്യമായ രീതിയിൽ യുക്തിയുടെ സഹായത്തോടെ പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുമോ? യുക്തിയുടെ സഹായത്തോടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്, യുക്തി കൊണ്ട് ത്രിത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഒന്നാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ തക്ക കഴിവ് ദൈവം മനുഷ്യബുദ്ധിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ദൈവീക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ തക്ക കഴിവ് ദൈവം മനുഷ്യബുദ്ധിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സഭയുടെ വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് സാറിൻ്റെ ചോദ്യം പ്രസക്തമാണ്. സാധാരണഗതി നമ്മൾ പിള്ളേർ എന്തെങ്കിലും ചോദിച്ചാൽ ഇത് യുക്തി കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, ഇരിയുടെ അവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒച്ചെടുക്കാറുണ്ട് അല്ലേ? അതുപോരാ, ഇത് യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റും. ത്രിത്വത്തെ എങ്ങനെയാണ് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അത് വിശദീകരിക്കുക ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം എല്ലാ അസ്തിത്വങ്ങളും 3 ഡയമെൻഷനലാണ് എന്ന് നമ്മൾ ശാസ്ത്രത്തിൽ പഠിക്കാറുണ്ട് അല്ലേ? അതായത് ത്രിമാന സ്വഭാവമുണ്ട്. നിങ്ങളൊരു നാണയം എടുക്കുക, ആ നാണയത്തിന് ഇരുവശങ്ങളുണ്ട് അല്ലേ? ഹെഡും ടെയിലും ഉണ്ട്. അതുപോലെ തന്നെ അതിനൊരു വട്ടത്തിലുള്ള ആ ഷേപ്പ് മാത്രമല്ല, അതിൻ്റെ ഒരു കനം ഉണ്ട് അല്ലേ? അതായത് 3 വശങ്ങൾ ചേർന്നാണ് ഒരു അസ്തിത്വം രൂപം കൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വീണ്ടും യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു നിരന്തര അസ്തിത്വം എന്ന് പറയുന്നത് നിരന്തരമായ ഒരു ആദാന പ്രദാനമാണ്. ആദാന പ്രദാനം എന്ന് പറഞ്ഞാൽ ഒരു ഗീവ് ആൻഡ് ടേക്കാണ്, ഒരു കൊടുക്കൽ വാങ്ങലാണ് അല്ലേ? അസ്തിത്വം എന്ന് പറയുന്നത് ജീവന്റെ പ്രക്രിയ എന്ന് പറയുന്ന അതിൻ്റെ ചലനാത്മകത, അതിനകത്ത് നിരന്തരമായ ഒരു കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടിരിക്കും. അതായത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, അത് ശുദ്ധീകരിച്ച് ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. ഒരാദാന പ്രദാനം അതിനകത്ത് എപ്പോഴും ഉണ്ട് അല്ലേ? ഈ ഒരു പ്രക്രിയയിൽ നിങ്ങൾ മനസ്സിലാക്കുക, നൽകുന്നയാള് സ്വീകരിക്കുന്നയാളുണ്ട്, നൽകപ്പെടുന്ന സംഗതിയുണ്ട്. ഇത് മൂന്നൂടെ ചേർന്നത് വാസ്തവത്തിൽ എന്താണ്? ഒരു തരം ത്രിത്വമുണ്ട് അതിൽ അല്ലേ? ഞാൻ സാറിന് ഒരു പേന തരുമ്പോൾ ഞാനും ഉണ്ടാകണം, സാറും ഉണ്ടാകണം, പേനായും ഉണ്ടാകണം അല്ലേ? അതായത് അസ്തിത്വം എന്നത് ഒരു ആദാനമാണ് എങ്കിൽ ആ അസ്തിത്വത്തിന് ഈ ഒരു ത്രിമാനം അനിവാര്യമാണ് അല്ലേ? അതായത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പിതാവിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുന്ന പുത്രൻ. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞു അല്ലേ? സ്നേഹമാണ് എങ്കിൽ അതിനകത്ത് എപ്പോഴും എന്ത് വേണം? സ്നേഹിക്കുന്നയാൾ വേണം, സ്നേഹിക്കപ്പെടുന്നയാൾ വേണം, സ്നേഹം വേണം അല്ലേ? ഇതാണ് ത്രിത്വം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ വ്യക്തിരൂപമാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ അത്തനേഷ്യസിന്റെ വേറൊരു വാചകമുണ്ട്, പിതാവിൻ്റെ 2 കൈകളാണ്, പിതാവിൻ്റെ സ്നേഹാർദ്രമായ 2 കൈകളാണ് പരിശുദ്ധാത്മാവും പുത്രനും. മനസ്സിലാവുന്നു? ആ കൈകൾ എന്ന് പറഞ്ഞാൽ അവയവമായിട്ടല്ല, അവയും വ്യക്തിത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിനെ കുറച്ചുകൂടി യുക്തിപൂർണമായി മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറയുന്നു ജോസ് സാറ്? ജോസ് സാറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ കൃത്യമായി അച്ഛൻ നൽകിയിട്ടുണ്ട്.
ഈ ക്ലാസ്സിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ ബാബു സാറ് ഇത്തരം ഒരു ചോദ്യം കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ളതുപോലെ തന്നെ ഓരോ വിശ്വാസിയുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം ചെമ്മന്തൊട്ടി സൺഡേ സ്കൂളിലെ മതാധ്യാപകനാണ് ബാബു സാറ് ചോദിച്ചിരുന്നത്. സാർ ആ ചോദ്യം ചോദിക്കൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ രഹസ്യമായി മനുഷ്യനെ വെളിപ്പെടുത്താത്ത ദൈവത്തെ മനുഷ്യൻ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ ചോദ്യം. അത് സാർ ചോദിക്കുന്നത് ദൈവം ഒരു രഹസ്യമാണെന്നാണല്ലോ പറയുന്നത്, എന്തിനാണ് എല്ലാം ഈ രഹസ്യമാക്കി വെക്കുന്നത്, മൊത്തം പരസ്യമാക്കി കൂടെ എന്നാണ് സാർ ചോദിക്കുന്നത്. ദൈവം എന്തിനാ ഈ രഹസ്യവും കൊണ്ട് നടക്കുന്നതെന്നല്ലേ? അത് ശരിയാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടും അതിനെ അറിയുന്തോറും മനസ്സിലാവുന്നു എന്താണ്, ഇത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള സത്യമാണ്. അറിയുന്തോറും നമുക്ക് മനസ്സിലാകുന്നു. ഭാരതീയ ചിന്തകർ പറയും, അറിയുന്തോറും നമുക്ക് മനസ്സിലാകുന്നു ഞാൻ അറിഞ്ഞതൊന്നുമല്ല എന്നുള്ള സത്യം, അല്ലേ? ഈ പ്രപഞ്ചം ഒരു രഹസ്യമാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കാരണം ശാസ്ത്രം ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ഭൂമി മാത്രമേ ഉള്ളൂ, അല്ലെ സൂര്യനും ചന്ദ്രനൂടെ കൂടിയ പ്രപഞ്ചമായി, കുറച്ച് നക്ഷത്രം ഉണ്ടെന്ന്. പിന്നെ പിന്നെ നോക്കി വന്നപ്പോഴാണ് മനസ്സിലായത് കോടാനുകോടി സൗരയൂഥങ്ങൾ പോലെ കോടാനുകോടി നക്ഷത്ര വ്യൂഹങ്ങളുണ്ട് എന്ന്. അതൊന്നും ശാസ്ത്രത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗം കണ്ടെത്തി കഴിയുമ്പം പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ 100,000 ഇരട്ടി സംഗതികൾ ശേഷിക്കുന്നു. അപ്പോൾ ശാസ്ത്രം പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞെന്താണ്? പ്രപഞ്ചം ഒരു രഹസ്യമാണ്. അപ്പോൾ രഹസ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലാകാത്ത, മറ്റൊരാളുടെ ചെവി പറഞ്ഞതുപോലെ അല്ല, ഉള്ളിൽ സൂക്ഷിച്ച ഒരു രഹസ്യം, ആ അർത്ഥത്തിലല്ല ഇതിനെ രഹസ്യം എന്ന് പറയുക. അറിയുന്തോറും അതിൻ്റെ ആഴം കൂടുന്നു, ആ അറിയുന്തോറും അതിൻ്റെ അർത്ഥം കൂടുതൽ സാന്ദ്രമാകും. ആ അർത്ഥത്തിലാണ് ദൈവീക രഹസ്യം എന്ന് പറയുക. ദൈവം വെളിപ്പെടുത്താത്തത് കൊണ്ടല്ല. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രഹസ്യത്തെ നിർവചിച്ചിട്ടുണ്ട്. രഹസ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എ മിസ്റ്ററി ഈസ് സംതിങ് ദാറ്റ് റിമെയിൻസ് ടു ബി എ മിസ്റ്ററി ഈവൻ ആഫ്റ്റർ ഇറ്റ്സ് റെവലേഷൻ. അതായത് വെളിപ്പെടുത്തിയതിന് ശേഷവും രഹസ്യമായി നിലനിൽക്കുന്നതിനെയാണ് രഹസ്യം എന്ന് വിളിക്കുക. ആരാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത്? രണ്ടുപേരും ഉണ്ട്. ടീന ടീച്ചർ, ടീച്ചർ ആദ്യം ചോദിക്കൂ. അച്ഛൻ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ കൂടുതലായി പ്രതിപാദിക്കുന്നത് ദൈവത്തിന്റെ ഏകത്വത്തെക്കുറിച്ചാണ്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെയാണ് ത്രിത്വൈക രഹസ്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ജനങ്ങളെ കൂടുതലായി വിശ്വാസത്തിലേക്ക് നയിക്കാനാണോ ത്രിത്വൈക രഹസ്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്? ടിൻഡു ടീച്ചറിന്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതാണോ? ഇതുമായി ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ ത്രിത്വം എന്ന സത്യം ആദ്യം മുതൽ തന്നെ ഉള്ളതായിരുന്നോ, അതോ പുതിയ നിയമത്തിൽ നിന്ന് മാത്രം ഉടലെടുത്ത ഒരു സത്യമാണോ? യെസ്, രണ്ടുപേരുടെയും ചോദ്യങ്ങൾ പരസ്പര ബന്ധമുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ ടീന ടീച്ചർ ചോദിച്ചത് ഇത് കുറെ കൂടി ജനകീയമാക്കാൻ വേണ്ടി ഈ പുതിയ നിയമത്തിലെത്തിയപ്പോൾ ദൈവം ത്രിത്വമായിട്ട് അവതരിപ്പിച്ചാണ്. ആദ്യം ഒറ്റയ്ക്കൊന്ന് നിന്ന് നോക്കി, എന്നിട്ട് അത് വിജയിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മൂന്നായിട്ട് വന്ന് വെളിപ്പെടുത്തിയതാണോ എന്നാണ് ടീന ടീച്ചറിൻ്റെ ചോദ്യം. ടിൻഡു ടീച്ചറും സമാനമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത് പുതിയ നിയമത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. അല്ല, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുന്നുണ്ട്. മനുഷ്യ സൃഷ്ടി നടത്തുമ്പോൾ എങ്ങനെയാണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. ദൈവം തൻ്റെ വചനത്താലാണ് സൃഷ്ടിക്കുക. എന്താണ് ദൈവം പറയുന്നത്? ദൈവം പറയുവാണ്, പ്രകാശമുണ്ടാകട്ടെ. പ്രകാശമുണ്ടായി. സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. നോക്കുക, സൃഷ്ടിയുടെ ബൈബിളിൻ്റെ ആദ്യ വാചകം ത്രിത്വത്തെ അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. പിതാവ്, ആഴങ്ങൾക്ക് മീതെ ചലിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, അതുപോലെ വചനമായ യേശു, അല്ലേ? അതാണ് ഈശോയെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യെസ്, അതായത് നമ്മൾ മനസ്സിലാക്കുക, ഇത് ദൈവം അനാദിയിലെ ത്രിത്വമായിരുന്നു. ഒരു സംശയവും അതിനകത്ത് പാടില്ല.
ദൈവം അനാദിയിലെ ത്രിത്വമായിരുന്നു. ആ രഹസ്യത്തെ ദൈവം ക്രമാനുഗതമായി വെളിപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ ദൈവീക വെളിപാടിനെ ക്രമാനുഗതമായി മനുഷ്യന് മനസ്സിലായതാണ് ത്രിത്വമായിട്ട്. ഈശോ വന്നത് പഠിപ്പിച്ചപ്പോഴാണ് നമുക്ക് വ്യക്തമായി മനസ്സിലായത്. അതിനു മുൻപ് തന്നെ ദൈവാത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഉടനീളം പരാമർശമുണ്ട്. പ്രവാചക ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്താ? കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു, അവൻ ദൈവനാമത്തിൽ പ്രവചിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്, അല്ലേ? ദൈവാത്മാവിനെ കുറിച്ച്. അതുപോലെ തന്നെ നമുക്കറിയാം, പുറപ്പാടിൻ്റെ 4:22 പറയുന്നുണ്ട്, ഇസ്രായേൽ എൻ്റെ ആദ്യ ജാതനാണ്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു മകനെക്കുറിച്ചുള്ള സൂചന. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന ഐസയാസ് പ്രവാചകന്റെ എമ്മാനുവേൽ പ്രവചനങ്ങൾ, അവൻ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള സൂചനകൾ, ഇവയെല്ലാം ദൈവം ത്രിത്വമാണ് എന്ന സത്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പം ദൈവം പറയുന്നൊരു വാചകമുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. ഏകനായ ദൈവം എന്തിനാണ് ഈ നമുക്ക് എന്ന് പറയുന്നത്? ദൈവം അവിടെ തന്നെ സൂചന തന്നു കഴിഞ്ഞു. എന്താണ്? ഈ ദൈവത്തിൻ്റെ ഏകത്വം ത്രിത്വമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി അതിനെ മനസ്സിലാക്കാം. അതുകൊണ്ട് പുതിയ നിയമത്തിലാണ് ഇതതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ഈശോയിലൂടെ വെളിപ്പെട്ട് കിട്ടിയത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ത്രിത്വം പുതിയ നിയമത്തിൻ്റെ ഒരു കണ്ടെത്തലല്ല, അത് പൂർണ്ണമായും പഴയ നിയമത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു തുടങ്ങിയ രഹസ്യം തന്നെയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. ഓക്കെ അച്ഛാ, ആരാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത്? എനിക്കൊരു സംശയമുണ്ട്. ആ, യേശു പോലും പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കും പിതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ? യേശുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്മന്തൊട്ടി സൺഡേ സ്കൂളിലെ ജിയോ സാറാണ്. സാറ് വളരെ പ്രാക്ടിക്കലായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബൈബിളിലും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം സാർ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് വന്നത്. യെസ്, ജിയോ സാറ് കതറൊക്കെ ഇട്ട് വന്ന് രാഷ്ട്രീയക്കാരനാണെന്ന് തോന്നുന്നത്. ചെറിയ രാഷ്ട്രീയമുണ്ട്. കൊള്ളാം കൊള്ളാം. ഏത് പാർട്ടിയാന്ന് ഞാൻ ചോദിക്കുന്നില്ല. എതിര് പാർട്ടിക്കാർ പ്രേക്ഷകരുണ്ട്, പിണങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് പാർട്ടി ഞാൻ ചോദിക്കുന്നില്ല. ഏതാണേലും ജിയോ സാറിൻ്റെ ചോദ്യം പ്രസക്തമായ ചോദ്യം. ഈശോ തന്നെ പിതാവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഈശോയും പിതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ പിന്നെ ഈശോ എങ്ങനെയാണ് ദൈവമാകുന്നു? അല്ലേ? ഇതാണ് ചോദ്യം. ന്യായമായൊരു ചോദ്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഈശോയെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിതാവുമായുള്ള സ്നേഹ സംഭാഷണമാണ്. സംഭാഷണം ആര് തമ്മിലാണ് നടത്തുന്നത്? തുല്യര് തമ്മിലാണ് സംഭാഷണം നടത്തുന്നത്. അധീനരോട് നമ്മൾ എന്നാ കൽപ്പിക്കുകയാണ്. കൽപ്പനകളും ശാസനകളുമാണ് അധീനരും ഉടയവന്മാരും തമ്മിലുള്ള, അധികാരികളും തമ്മിലുള്ള ഭാഷണം. സംഭാഷണം ആര് തമ്മിലാണ്? തുല്യര് തമ്മിലാണ് നടത്തുക. രാത്രിയുടെ ഏകാന്തയാമങ്ങളിൽ ഈശോ പിതാവുമായി സ്നേഹ സംഭാഷണത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് ത്രിത്വൈക വിശ്വാസത്തെ നിരാകരിക്കുകയല്ല, കൂടുതൽ ആഴത്തിൽ അരക്കിട്ടുറപ്പിക്കുകയും. ഇല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ ഈശോയെ എനിക്ക് ജോലി തരണേ, എൻ്റെ പിതാവേ എനിക്ക് കഞ്ഞി തരണേ, ഇങ്ങനത്തെ പ്രാർത്ഥനയല്ല ഈശോ നടത്തി. ഈശോയുടെ പ്രാർത്ഥന എന്താണ്? പരമപിതാവുമായുള്ള സ്നേഹ സംഭാഷണമായിരുന്നു. അത് അവരുടെ തുല്യത സൂചിപ്പിക്കുന്നതാണ്. ആ പ്രാർത്ഥനകൾ തന്നെ ത്രിത്വൈക തുല്യതയെ വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായും പ്രാർത്ഥനയിലൂടെ ഈശോ സ്നേഹബന്ധമാണ് പിതാവുമായിട്ട് സ്ഥാപിച്ചതെന്നാണ് തീർച്ചയായും അച്ഛൻ വ്യക്തമാക്കുന്നത്. താങ്ക് യു അച്ഛൻ. നമ്മുടെ ഈ സെഷൻ വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് ശ്രദ്ധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് 1-2 കത്തുകൾ എഴുതി ചോദിച്ചിട്ടുണ്ട്, സംശയങ്ങൾ. തീർച്ചയായും ഞാൻ അത് വായിക്കുകയാണ്. യേശുവിൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ബൈബിളിൽ പരാമർശം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് രഹസ്യ ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം സംസാരിച്ചത്? ഈശോയുടെ വളർച്ചയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ വെളിപ്പെടുത്തുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ്?
പരസ്യ ജീവിതത്തിന് മുമ്പുള്ള കാലഘട്ടം, നമ്മളിതേക്കുറിച്ച് കൂടുതൽ വിശദമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യാനുണ്ട്. അതിനകത്ത് നമ്മൾ കൂടുതലായി വിശദീകരിക്കുന്നതായിരിക്കുമെന്ന് മാന്യ പ്രേക്ഷകനോട് മുൻകൂട്ടി പറയുകയാണ്. എങ്കിലും രഹസ്യ ജീവിതത്തെക്കുറിച്ച് ഈശോ കാര്യമായി പഠിപ്പിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം അത് രഹസ്യ ജീവിതമായിരുന്നു എന്നുള്ളത് കൊണ്ട്. ഈശോ പരസ്യമായി ലോകത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് തൻ്റെ 30 വയസ്സ് മുതലേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെയും ഈശോ എന്താണ്? ഒരു കുടുംബത്തിൽ ഉത്തമനായ കുഞ്ഞായി, ബാലനായി, യുവാവായി, മാതാപിതാക്കൾക്ക് വിധേയനായി, നാടിനും വീടിനും വേണ്ടപ്പെട്ടവനായി ജീവിച്ച് കാണിച്ചു തന്നു. ഈശോയുടെ ആ രഹസ്യ ജീവിതം വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്ന വാചകമാണ് ഏറ്റവും പ്രധാനം. ഏതാണ്? അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. യെസ്, നമ്മളെല്ലാ ചെറുപ്പക്കാർക്കും മാതൃകയാകാൻ വേണ്ടി ഈശോ കാണിച്ചു തന്ന അതും ഒരു വലിയ വെളിപാടാണ്. എങ്ങനെയാണ് മാതാപിതാക്കളെ സംരക്ഷിച്ച് ഒരു മകൻ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അപ്പൻ നഷ്ടപ്പെട്ടു പോയി വിധവയായി തീർന്ന, അകാലത്തിൽ വിധവയായി തീർന്ന ഒരു അമ്മയെ മകൻ സംരക്ഷിക്കേണ്ടത് തുടങ്ങിയ വലിയ മാതൃകകൾ ഈശോ കാണിച്ച കാലമായിരുന്നു ഈശോയുടെ രഹസ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഔദ്യോഗികമായ എഴുത്തുകളില്ല എന്ന് ചോദിച്ചാൽ അത് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും അവൻ പഠിപ്പിച്ചു തുടങ്ങിയത് അവൻ്റെ 30-ാമത്തെ വയസ്സ് മുതലാണ്. അന്ന് മുതലുള്ളതാണ് ലോകത്തിന് മുഴുവനുമുള്ള സന്ദേശമായി ദൈവം ഉദ്ദേശിച്ചത്. അതുവരെയുമുള്ള കാര്യങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിനും വിശുദ്ധ യൗസേപ്പ് പിതാവിനും യേശുവിൻ്റെ ഒപ്പം ജീവിച്ച മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അത് അവർക്ക് വേണ്ടി വെളിപ്പെടുത്തിയതായതുകൊണ്ട് അവർക്കേ അതറിഞ്ഞുകൂടും. പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു വലിയ സത്യം, ഈശോയെ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഒത്തിരി കഥകൾ ഓരോരുത്തർ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ സഭ അതേക്കുറിച്ച് നിശബ്ദതയാണ് പാലിക്കുക. ബൈബിളിൽ കാനോനികമായി പരിശുദ്ധാത്മ നിവേശിതമായി പറയാത്ത ഒരു കാര്യത്തിൻ്റെയും ആധികാരികതയെ സഭ ഊന്നി പറയുന്നില്ല. അച്ഛാ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ ഇവിടെ പൂർത്തിയാവുകയാണ്. വളരെ നല്ല രീതിയിൽ ഇന്നത്തെ ചർച്ചകൾ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടു അല്ലേ? തീർച്ചയായും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ പ്രേക്ഷകരായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതി അറിയിക്കാവുന്നതാണ്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എഴുതേണ്ട വിലാസം: To the producer, CCAT Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, പിൻകോഡ് 673528. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതേ വിഷയവുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.